അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഒരു ഫോട്ടോ ഇന്ന് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ദാറുൽ ഹുദയിൽ നിന്നാണ് ഫോട്ടോ വന്നിട്ടുള്ളത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ മാറ്റി നിർത്തി ഹക്കീം ഫൈസി അടക്കം മുസ്തഫൽ ഫൈസി അടക്കമുള്ള ആളുകളെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ഈ ഫോട്ടോ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കഴിയാൻ കാത്തിരിക്കുകയായിരുന്നോ ഈ കുത്തിത്തിരിപ്പിന് എന്ന് നമ്മൾ ന്യായമായിട്ട് സംശയിച്ചു പോവുകയാണ്. മാത്രമല്ല, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സ്ഥാപനം എന്നറിയപ്പെടുന്ന, അങ്ങനെ അഡ്രസ്സ് ചെയ്യപ്പെട്ട, അങ്ങനെ ബ്രാൻഡ് ചെയ്യപ്പെട്ട ഒരു സ്ഥാപനമാണ് ദാറുൽ ഹുദ എന്ന് പറയുന്ന സ്ഥാപനം. ഈ സ്ഥാപനത്തിൽ ഇങ്ങനെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ പുറത്താക്കിയ വ്യക്തികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സമസ്തയുടെ പ്രവർത്തകരെയും നേതാക്കളെയൊക്കെ പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം തെരഞ്ഞെടുപ്പിൻ്റെ പിറ്റേ ദിവസം തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വരുന്നത് നമ്മളല്ല. ഇത് ശരിയല്ല എന്ന് പറയുന്നത് അതേ ദാറുൽ ഹുദയിൽ പഠിച്ചിറങ്ങിയിട്ടുള്ള ബഹാഉദ്ദീൻ ഉസ്താദിൻ്റെ ശിഷ്യനായ അഡ്വക്കേറ്റ് ത്വയ്യിബ് ഹുദവിയാണ്. അദ്ദേഹം എഴുതുന്നത് ഇങ്ങനെ: ബഹാഉദ്ദീൻ ഉസ്താദും ഷാഫി ഹാജിയും ഹംസ ഹാജിയും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. ബഹുമാനപ്പെട്ട സമസ്ത മാറ്റി നിർത്തിയ ആളുകളെ സ്വീകരിച്ചിരുത്തി അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നത് സമസ്തയുടെ സ്ഥാപനം എന്ന നിലക്ക് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്തതാണ് എന്നാണ് അഡ്വക്കേറ്റ് ത്വയ്യിബ് ഹുദവി ഈ ഫോട്ടോ ഷെയർ ചെയ്തുകൊണ്ട് ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. ഷമീർ കൈമൽ എന്ന് പറയുന്ന സഹോദരനാണ് ഈ ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഏറ്റവും പുതിയ ഫോട്ടോ ആണ്, ഇന്ന് സംഭവിച്ചതാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ എന്താണ് ഇവരുടെ പ്ലാൻ, എന്താണ് ഇതുകൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് എന്ന കാര്യങ്ങൾ വ്യക്തമാവാനുണ്ട്. ഈ ത്വയ്യിബ് ഹുദവി ഷജറയാണ് എന്ന് പറഞ്ഞിട്ട് ചില ആളുകൾ വരാൻ സാധ്യതയുണ്ട്. അവർക്കിനി ഷജറയല്ലാത്ത തനി ലീഗിൻ്റെ സൈബർ പോരാളിയായ മുഹമ്മദ് സ്വാലിഹിൻ്റെ നദ്വിയുടെ പോസ്റ്റ് ഞാനൊന്ന് വായിച്ച് കേൾപ്പിച്ചു തരാം. സമസ്തയുടെ സ്ഥാപനമായാണ് ഇന്നും ദാറുൽ ഹുദ അറിയപ്പെടുന്നത്. പൂർവസൂരികളുടെ വിശ്വാസ്യത ചൂഷണം ചെയ്ത് സമസ്തയുടെ സ്ഥാപനങ്ങൾ ചതിയിൽ കൈവശപ്പെടുത്തിയവരെയും മുഷാവറയിൽ നിന്ന് നടപടി നേരിടുന്നവരെയും സമസ്ത ഉന്നതാധികാരികളുടെ സമ്മതമില്ലാതെ സംഘടനയുടെ സ്ഥാപനങ്ങളിൽ കയറ്റിയിരുത്തുന്നത് ചുരുങ്ങിയ പക്ഷം സംഘടനാപരമായ ശുദ്ധ തെമ്മാടിത്തമാണ്. ഞങ്ങൾ ചോദ്യം ചെയ്യപ്പെടില്ലെന്ന ധിക്കാരമാണ് അവരെ അതിന് പ്രേരിപ്പിക്കുന്നത്. ഇത് എഴുതുന്നത് ഒരു ലീഗുകാരനാട്ടോ, ഉറച്ച ലീഗുകാരനാണ്. ഇനി ഷജറകൾ പറഞ്ഞു, ഷജറകളാണ് ഇതൊക്കെ പ്രശ്നം ഉണ്ടാക്കണമെന്ന് നിങ്ങൾ പറയണ്ട. സമസ്തയുടെ ചെലവിൽ ഇന്നും കഴിഞ്ഞു പോകുന്ന സ്ഥാപനമാണല്ലോ ദാറുൽ ഹുദ. സമസ്ത നടപടിയെടുത്ത് പുറത്താക്കപ്പെട്ട വലിഞ്ഞു കയറി വന്നവനോ ഉളുപ്പില്ല. സമസ്ത ഏൽപ്പിച്ച അമാനത്ത് കൈകാര്യം ചെയ്യുന്നവരും അവരെപ്പോലെയായി. മുസ്ലിം ലീഗ് നേതൃത്വത്തെ പബ്ലിക്കിൽ അധിക്ഷേപിച്ചതിൻ്റെ പേരിൽ പാർട്ടി ഒരാളെ പുറത്താക്കിയെന്ന് കരുതുക. അയാൾ ഇന്നും പാർട്ടിക്ക് വിധേയപ്പെടാതെ തൻ്റെ ധിക്കാര മനോഭാവമായി മുന്നോട്ടു പോകുന്നുവെന്നും വിചാരിക്കുക. ശേഷം ലീഗിൻ്റെ ഉന്നത നേതൃത്വത്തെ കുറ്റിപ്പൊന്തകളാക്കി പുറത്താക്കപ്പെട്ട ഇവനെ പാർട്ടി ആസ്ഥാനങ്ങളിൽ ഏതെങ്കിലും ജില്ലാ മണ്ഡല അംഗങ്ങൾ വിളിച്ചിരുത്തിയാൽ ലീഗ് നേതൃത്വവും അണികളും സംഘടനാപരമായി എത്ര കണ്ട് അസ്വസ്ഥരാകും. അത് തന്നെയാവും ഇന്ന് സമസ്ത ഉന്നത നേതൃത്വവും അതിൻ്റെ അണികളും സംഘടനാപരമായി അനുഭവിക്കുന്നുണ്ടാവുക. ലീഗിലെ KT ജലീലും കുന്നത്ത് മുഹമ്മദുമൊക്കെയാണ് സമസ്തക്ക് ഇന്ന് ആദർശേരിയും അൽ ഫൈസിയും. സമസ്തയിൽ നിന്ന് പുറത്താക്കാൻ കുറ്റപത്ര കത്ത് തയ്യാറാക്കിയ ആൾ തന്നെ കാലുമാറി പുറത്താക്കപ്പെട്ടവനെ സ്വീകരിക്കുന്ന സ്ഥിതിവിശേഷത്തിന് നാട്ടിൽ പറയുന്ന പേര് വേറെയാണ്. അതായത് നദ്വിനെയാണ് ഉദ്ദേശിച്ചത്. ഈ ഹക്കീം ഫൈസിയെ പുറത്താക്കാൻ കുറ്റപത്രം തയ്യാറാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത് നദ്വിയാണല്ലോ. മൂപ്പരെന്നെ കാലുമാറിയിട്ട് മൂപ്പര സ്ഥാപനത്തിൽ വിളിച്ചു വരുത്തിക്കുക. അതിനൊരു പേരുണ്ടെന്നാണ് പറയുന്നത്, ഞാനിവിടെ പറയണില്ല. സമസ്തക്ക് എന്ത് ചാബല്യമുണ്ടാകട്ടെ,
ഒരു സംഘടന എന്നുള്ള പരിഗണന അതിൻ്റെ 40 മുശാവറയിൽ ഇരിക്കുന്നയാൾ അതിനോട് കാണിക്കുന്നതല്ലേ കേവല മര്യാദ. സംഘടനയുടെ കെട്ടുറപ്പ് ദുർബലപ്പെടുത്താൻ സമസ്തയുടെ പദവി ദുരുപയോഗം ചെയ്യുന്നത് അന്തസ്സിന് നിരക്കുന്നതായി കാണാനാവില്ല. ആധുനിക AI റോബോട്ടിക് സംവിധാനം ഇസ്ലാമിക് കലാലയങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഷമീർ കയമ്മൽ എന്ന വ്യക്തി സംഘടിപ്പിച്ച പരിപാടിയാണ് ന്യായം. സമസ്തയിൽ നിന്ന് നടപടി നേരിടുന്ന വ്യക്തികൾ സമസ്തയുടെ സ്ഥാപനങ്ങളിൽ അത്തരമൊരു പരിപാടിയിൽ സംബന്ധിക്കുന്നത് സ്ഥാപന മേധാവികൾ മുൻകൂട്ടി അറിയില്ലേ? ഞങ്ങളുടെ മാതൃസംഘടനയായ സമസ്ത അവരുമായുള്ള പ്രശ്നങ്ങൾ തീരുന്നതുവരെ അവരെ സമസ്തയുടെ സ്ഥാപനമെന്ന നിലയ്ക്ക് ഇവിടെ സ്വീകരിക്കാൻ സംഘടനാപരമായി ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് ചെമ്മാട് ടൗണിൽ ഏതെങ്കിലും ഓഡിറ്റോറിയത്തിൽ ചേരാമെന്ന് നദവിക്കും ഷാഫിയാജിക്കും പറയാമായിരുന്നില്ലേ? ഇലക്ഷൻ തീർന്ന പിറ്റേന്ന് തന്നെ ഫിത്ന ആരംഭിക്കാൻ വ്രതമെടുത്ത നിലപാടായിപ്പോയത്. എന്തുതന്നെ കുറ്റവും കുറവും പറഞ്ഞാലും ഈ തെരഞ്ഞെടുപ്പിൽ സമസ്തയുടെ ഉന്നത നേതൃത്വമായ സയ്യിദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങളും MT അബ്ദുള്ള മുസ്ലിയാരുമൊക്കെ എത്ര മാന്യവും ആത്മാർത്ഥവുമായാണ് ലീഗിനോട് പെരുമാറിയത്. ഇങ്ങനെ തുടങ്ങി ഉമർ ഫൈസിനെ കുറ്റം പറയുന്നുണ്ട്, പിന്നെ സമസ്തനെ പൊക്കി പറയുന്നുണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. എന്തായാലും അതൊക്കെ അവൻ എഴുതുന്നതിൻ്റെ അടുക്കും കാര്യം പറഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ട് പുറത്തു നിന്നുള്ള ഒരു വീക്ഷണം കറക്റ്റായിട്ട് അവൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആണ് നമ്മളിത് വായിച്ചത്. അല്ലാതെ അവൻ്റെ മുഴുവൻ കാര്യങ്ങളെ അംഗീകരിക്കുന്നതുകൊണ്ടല്ല, മറിച്ച് പുറത്തുനിന്ന് വീക്ഷിക്കുന്ന ഒരു ലീഗുകാരൻ്റെ അഭിപ്രായം ആണ് ഈ പറഞ്ഞത്. അപ്പോൾ അത്രത്തോളം കരുതിക്കൂട്ടി തന്നെ സമസ്തക്കെതിരെ പടയൊരുക്കം നടത്തുക, ഇത് പുറത്തുനിന്ന് വീക്ഷിക്കുന്ന ആളുകൾക്ക് പോലും മനസ്സിലാകുന്നുണ്ട്. ഞങ്ങൾ ഷജറകളാണ് എന്ന് പറഞ്ഞു വന്നിട്ട് കാര്യമില്ല എന്നർത്ഥം. ഇനി അതിന് വന്ന രസകരമായൊരു കമൻ്റാട്ടോ ഞങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. പോടാ പോയി വീട്ടിൽ പറ, ദാറുൽ ഹുദ യഥാർത്ഥ കൈകളാൽ തന്നെയാണ് നടത്തപ്പെടുന്നത്. സമസ്ത എന്ന് പറഞ്ഞാൽ നിൻ്റെയൊന്നും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ല, സുന്നികളായ മുസ്ലിം ലീഗുകാരാൽ ഉണ്ടാക്കിയതാണ്. അതിൻ്റെ സമീപത്തു പോലും നിരീശ്വരവാദികളായ ഷജറകളെ അടുപ്പിക്കില്ല. നിന്നെപ്പോലെയുള്ള സുന്നികളുടെ ശത്രുക്കൾ കരഞ്ഞു തീർക്കുകയല്ലാതെ വേറെ വഴിയൊന്നുമില്ല. ലാൽ സലാം സഖാവേ. അപ്പോൾ ഈ മുഹമ്മദ് സ്വാലിഹിനെയാണ് സഖാവേ എന്ന് വിളിക്കുന്നത്. നിരവധി പണ്ഡിതന്മാരെ സഖാവേ എന്ന് വിളിച്ച മുഹമ്മദ് സ്വാലിക്ക് തന്നെ ഈ ഒരു സഖാവേ വിളി കിട്ടണം. എൻ്റെ പോസ്റ്റ് ഐഡിയിൽ നിരവധി ആളുകളാണ്, സൈബർ പോരാളികളാണ് എന്നെ സഖാവേ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോഴാണ് എനിക്കൊരു ആശ്വാസമായത്. കാരണം സ്വാലിഹിനൊക്കെ സഖാവേ എന്ന് വിളിക്കുകയാണെങ്കിലേ നമ്മളൊക്കെ 1000 വട്ടം സഖാവേ എന്ന് വിളിച്ചോട്ടെ, യാതൊരു കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് അവസ്ഥ. പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിലിപ്പോൾ നദ്വി ഉസ്താദിനെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഈ ഒരു വിഷയത്തിൽ ആരൊക്കെയാണ് ഇപ്പോൾ സമസ്തൻ്റെ ഒപ്പം നിൽക്കുന്നത്, ആരൊക്കെയാണ് നിൽക്കാത്തതെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാലോ. സമസ്തയുടെ സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ സമസ്തയുടെ കീഴടകങ്ങളുടെ തലപ്പത്തൊക്കെ ഇരിക്കുന്ന ആളുകൾ തന്നെ ഇതേ ഹക്കീം ഫൈസി നേതൃത്വം നൽകുന്ന വാഫി ഒഫിയൻ്റെ പരസ്യം നൽകുക, അതിന് പ്രൊമോഷൻ ചെയ്യുക, ഇതൊക്കെയാണല്ലോ കാണുന്ന കാഴ്ച. എത്രത്തോളം മാതൃസംഘടനയെ അനുസരിക്കുന്നുണ്ട്, എത്രത്തോളം ഇവർക്കൊക്കെ അനുസരണ ഉണ്ട് എന്നുള്ളത് ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇത് സമസ്തക്കാർ മാത്രമല്ല, പുറത്തുള്ള ആളുകൾ പോലും ഇത് വിലയിരുത്തുന്നുണ്ട് എന്ന കാര്യം ഓർക്കണം. ഇവിടെ സ്വാലിഹ് പറഞ്ഞ വളരെ പ്രസക്തമായൊരു പോയിൻ്റ് ഉണ്ട്. ഇങ്ങനെയൊക്കെ ഇവർ ചെയ്തിട്ടും സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ സമസ്തയുടെ പണ്ഡിതന്മാർ, വിശിഷ്യ സമസ്തയുടെ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങളെടുത്ത പക്വമായ ചില നിലപാടുകളുണ്ട്. തങ്ങളുടെ എന്തെങ്കിലും ഒരു ബൈറ്റ് ലീഗിനെതിരായിട്ട് കിട്ടുമോ എന്ന് നോക്കി വന്ന ഒരുപാട് മാധ്യമ പ്രവർത്തകരുണ്ടായിരുന്നു. പക്ഷേ വളരെ തന്ത്രപരമായിട്ട് സ്ത്രീ സ്ഥാനാർത്ഥിത്വ വിഷയത്തിലടക്കം വളരെ തന്ത്രപരമായിട്ട് ജിഫ്രി തങ്ങളത് ഒഴിവാക്കായിരുന്നു. ഒരു വിവാദം നമ്മളെ സ്ഥാപനങ്ങൾക്കോ ഈ കെട്ടുറപ്പിനോ ബാധിക്കുന്ന തരത്തിൽ ഒന്നും ഉണ്ടാവണ്ട എന്ന് കരുതിയിട്ടാണ് സയ്യിദ് ജിഫ്രി തങ്ങൾ അങ്ങനെ ഒരു നിലപാടെടുത്തത്. ആ സമീപനം എത്ര പക്വതയോടെയാണ് അത് എടുത്തത് എന്ന് ആലോചിക്കണം. ലീഗിൻ്റെ പ്രവർത്തകന്മാർ ആലോചിക്കണം. മുഹമ്മദ് സ്വാലിഹ് ആലോചിച്ചതുപോലെ, അവൻ എഴുതിയതുപോലെ ലീഗിൻ്റെ ഓരോരോ പ്രവർത്തകന്മാരും ആലോചിക്കണം. എന്നിട്ട് പോലും ഈ ധിക്കാര നടപടിയുമായിട്ട് സമസ്തക്കെതിരെ മുന്നോട്ട് പോകാനാണ് ഭാവമെങ്കിൽ അതിൽ സമസ്തയുടെ പ്രവർത്തകന്മാർ മാത്രമല്ല അസ്വസ്ഥരാകുന്നത്,
സമസ്തയ്ക്ക് പുറത്തുള്ള ആളുകൾ കൂടെ നിങ്ങളുടെ ഈ സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.